ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇതുവരെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാത്ത, നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്താൽ ലഭിക്കാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള കണ്ടൻ്റാണ്. അഥവാ ഇത് ഞാൻ പേഴ്സണൽ കോച്ചിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടിയിട്ട് നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. ഒരുപക്ഷെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് എത്രത്തോളം വർക്കാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് 100% വർക്കിംഗ് ആയിരിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി ടെക്നിക്കാണ്. അപ്പം നമുക്ക് നോക്കാം. ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ടെക്നിക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാൾട്ട് ഉണ്ടല്ലോ, ഉപ്പ്, അത് കല്ലുപ്പായിക്കോട്ടെ പൊടിയുപ്പായിക്കോട്ടെ, ഈ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കണം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം തന്നെ നമ്മളിത് കുളിക്കുന്ന സമയത്താണ് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു സ്പിരിച്വൽ ടെക്നിക്കാണ്, എനർജി ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് രാത്രിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വാഷ്റൂം നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡേ ടൈമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം നിങ്ങളൊന്ന് വൃത്തിയാക്കി ഇടുക. അതിനുശേഷം രാത്രി അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഡേ ടൈമിൽ ക്ലീൻ ചെയ്തിടുക, രാത്രിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലോട്ട് പ്രവേശിക്കുന്നു. പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബക്കറ്റിൽ മുഴുവനായിട്ടും വെള്ളം പിടിക്കുക. ചില ആളുകൾ ഷവറിലായിരിക്കും കുളിക്കുന്നുണ്ടാവുക. ഇന്നത്തെ കുളി ഷവറിൽ വേണ്ട എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ബാത്ത് ടപ്പുള്ള ആളുകൾക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ബക്കറ്റിൽ വെള്ളം നിറക്കുന്നു. വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഉപ്പുണ്ടായിരിക്കും, പൊടിയുപ്പായിക്കോട്ടെ കല്ലുപ്പായിക്കോട്ടെ. ആ ഉപ്പ് നിങ്ങൾ കയ്യിൽ ഒരു പിടി ഉപ്പ് എടുക്കുക. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പിടി നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, കയ്യിൽ ഇങ്ങനെ ഒരു പിടി എടുക്കുക. എടുത്തതിന് ശേഷം അത് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു 3 സെൻറ്റൻസുകൾ അതെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ബൈഹാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടെക്നിക്ക് ചെയ്യുക. ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ തവണ അപ്ലൈ ചെയ്താൽ മതി. നിരന്തരം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഒരു തവണ ചെയ്താൽ തന്നെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് ആ 3 സെൻറ്റൻസുകൾ ബൈഹാർട്ട് ചെയ്യുക. ആ സെൻറ്റൻസ് ഇതാണ്: അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഞങ്ങൾ ഒന്നാകുന്നു. മൂന്നാമത്തേത്, ഞങ്ങൾ സന്തോഷത്തിലാണ്. ഒന്നുകൂടി പറയാം: അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഒന്നാകുന്നു, ഞങ്ങൾ സന്തോഷത്തിലാണ്. അത് 10 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക. ഈ ഉപ്പിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിലോട്ട് ഇത് ഇടുക. ഇട്ടതിന് ശേഷം കപ്പ് കൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കാം, കല്ലുപ്പാണെങ്കിൽ. അതല്ല പൊടിയുപ്പാണെങ്കിൽ ഇളക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ കുളിക്കേണ്ടത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ്. രാത്രിയിലാണല്ലോ, ഇരുട്ടത്താണ് നിങ്ങൾ കുളിക്കേണ്ടത്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒന്നുകൂടി പവർഫുൾ ആയിട്ട് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യാം, ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൊക്കെ. അപ്പോൾ ഫോൺ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു റൊമാൻറ്റിക് മ്യൂസിക് ഏതാണെന്നുള്ളത് ആദ്യം തന്നെ മുൻകൂട്ടി തീരുമാനിക്കണം. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക, മ്യൂസിക് പ്ലേ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇരുട്ടത്ത് നിങ്ങൾ ഈ കപ്പിൽ വെള്ളം മുക്കിയിട്ട് നിങ്ങൾ കുളിക്കുക. ആ വെള്ളം ശരീരത്തിൽ എല്ലായിടത്തും തട്ടി എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക, ആ ഒരു ബക്കറ്റ് വെള്ളം. അതിനുശേഷം നിങ്ങൾ സാധാരണ വാഷ് ചെയ്യുന്നത് പോലെ തന്നെ, അപ്പോൾ ആ കുളിക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വേണം കുളിക്കാൻ.
ആ വെള്ളം എല്ലാ സ്ഥലത്തും ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും വെള്ളം സാധാരണ നമ്മൾ കുളിക്കുന്നത് പോലെ വെള്ളം എടുത്തിട്ട് കുളിക്കാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കാം, സോപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടീഷണർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം ഉപയോഗിക്കാം. സാധാരണ നോർമൽ കുളിക്കുക അതിനുശേഷം. എന്നിട്ട് പുറത്തേക്ക് വരിക. കുളി കഴിഞ്ഞിട്ട് തോർത്തിയതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് വാഷ്റൂമിന് പുറത്തെത്തിയതിന് ശേഷം 10 തവണ നിങ്ങൾ മനസ്സിൽ ഞാൻ പറയാൻ പോകുന്ന ഈ 2 സെന്റൻസുകൾ കൂടി പറയാം. അതിൽ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സെന്റൻസ് അവളെ എനിക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി എന്നുള്ളതാണ്. അവളായിരിക്കാം, അവനായിരിക്കാം, ആരാണ് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ളതെങ്കിൽ അവരുടെ പേര് പറയാം. ആ വ്യക്തിയെ എനിക്ക് നൽകിയതിന് നന്ദി എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയേണ്ടത്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അവളെ എനിക്ക് നൽകിയതിന് നന്ദി. ഈ 2 കാര്യങ്ങൾ 10 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക. ഈ ഒരു പ്രോസസ്സ് ഇവിടെ തീരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് സാൾട്ട് വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ കയ്യിൽ വെക്കണം. മ്യൂസിക് പ്ലേ ചെയ്യേണ്ടത് ഏത് പാട്ടാണെന്നുള്ളത് മുൻകൂറായിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇരുട്ടത്താണ് ഇത് ചെയ്യേണ്ടത്. ലൈറ്റ് ഓഫ് ചെയ്യണം. ആഫ്റ്റർ ടെക്നിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ നിങ്ങൾ ബാത്തിങ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് 2 അഫർമേഷൻ പറയാനുണ്ട്. സാൾട്ട് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് തുടക്കത്തിൽ 3 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ 5 അഫർമേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തതിന് ശേഷം വേണം ഈ ടെക്നിക്കിലോട്ട് പ്രവേശിക്കാൻ. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായിട്ട് നല്ലൊരു ബോണ്ടും, ഇനിയിപ്പോൾ ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ വളരെ നല്ല ഫീലോട് കൂടിയിട്ട് ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ബാത്റൂമിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആരെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരുമായിട്ടാണ് നമുക്ക് ബോണ്ടിങ് ക്ലിയർ ചെയ്യാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ. അപ്പോൾ ഒറ്റ ദിവസം ചെയ്താൽ മതി. നിങ്ങൾക്ക് വിത്തിൻ ഒരു 3 വീക്സിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. നിങ്ങളിത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ അപ്പോൾ എവിടെയെങ്കിലും സേവ് ചെയ്തിടുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക. അപ്പോൾ ഇതുപോലെയുള്ള വളരെ പേഴ്സണലായിട്ട് ഞാൻ പേഴ്സണൽ കോച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്സുകളും കാര്യങ്ങളൊക്കെ തരിക. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യാത്തത്, വീഡിയോ ആയിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾ മണ്ടത്തരം പറയുന്നു, പൊട്ടത്തരം പറയുന്നു എന്നൊക്കെ പറയും. ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന ടെക്നിക്കുകൾ മാത്രമാണ് ഞാൻ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അല്ലാത്ത ടൈപ്പ് കുറച്ച് വീഡിയോസ് കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് സപ്പോർട്ട് നൽകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പറയാൻ പറ്റാത്ത ധാരാളം പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ടെക്നിക്കുകൾ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ കോഴ്സുകളിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ ഞങ്ങളുടെ ടീം നൽകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു. നമസ്തേ.